നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. മറ്റു സംസ്ഥാനങ്ങളിൽ ചെന്ന് കോൺഗ്രസിന് വേണ്ടി വോട്ട് അഭ്യർത്ഥിക്കേണ്ടി വരുമെന്ന ഗതികേട് ഒഴിവാക്കാൻ വേണ്ടി മുഖ്യമന്ത്രി പിണറായി വിജയൻ തിരഞ്ഞെടുപ്പിന്റെ മൂർധന്യാവസ്ഥയിൽ നിൽക്കുന്ന ഈ സമയത്ത് തന്നെ രാജ്യം വിട്ടിരിക്കുകയാണ്. കേരളത്തിന് പുറത്ത് CPM-ഉം കോൺഗ്രസും ഇന്ത്യ സഖ്യത്തിലായതിനാൽ മറ്റ് സംസ്ഥാനങ്ങളിൽ CPM-ന് വേണ്ടി മാത്രമല്ല കോൺഗ്രസിന് വേണ്ടിയും പ്രചരണം നടത്തേണ്ടി വരും. ഇവിടെ നിരന്തരം കോൺഗ്രസിനും പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധിക്കുമെതിരെ കടന്ന ആക്രമണം നടത്തുന്ന പിണറായിക്ക് മറ്റു സംസ്ഥാനങ്ങളിൽ പോയി രാഹുൽ ഗാന്ധിക്കും കോൺഗ്രസിനും ഒപ്പം കൈകോർത്ത് നിൽക്കാനുള്ള ജാള്യമാണ് തിടുക്കപ്പെട്ട് രാജ്യം വിടാൻ പിണറായിയെ പ്രേരിപ്പിച്ചത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം കേന്ദ്രത്തിൽ പുതിയ സർക്കാർ രൂപീകരിക്കുമ്പോൾ നിർണായക ശക്തിയാവും എന്നൊക്കെ അവകാശപ്പെടുന്ന CPM-ന്റെ ഏക മുഖ്യമന്ത്രിയാണ് ഇങ്ങനെ തിരഞ്ഞെടുപ്പ് യുദ്ധ മുന്നണിയിൽ നിന്ന് ഒളിച്ചോടിയിരിക്കുന്നത്. പാർട്ടി അണികളിൽ ഇക്കാര്യം ചർച്ചയായിട്ടുമുണ്ട്. CPM-ന്റെ രാജ്യത്തെ ഏക മുഖ്യമന്ത്രി എന്ന നിലയ്ക്ക് CPM മത്സരിക്കുന്ന ഇടങ്ങളിലെല്ലാം മുതിർന്ന PV അംഗമായ പിണറായി പ്രചാരണത്തിന് എത്തുമെന്നായിരുന്നു ഇതര സംസ്ഥാന നേതൃത്വങ്ങൾ കരുതിയിരുന്നത്. എന്നാൽ കുറഞ്ഞപക്ഷം CPM രണ്ടിടത്തും മത്സരിക്കുന്നത് തമിഴ്നാട്ടിലാണെങ്കിലും എത്തുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. എന്നാൽ ഇങ്ങനെ ഒരു ജീവൻ മരണ പോരാട്ടത്തിനിടെ എല്ലാം തൂത്തെറിഞ്ഞ് പിണറായി സകുടുംബം വിനോദയാത്രയ്ക്ക് പോയത് പലരെയും ഞെട്ടിച്ചു കളഞ്ഞു. ഇത് സംബന്ധിച്ച് സംസ്ഥാന നേതൃത്വം പ്രത്യേക വിശദീകരണമൊന്നും നൽകുന്നതുമില്ല. മലയാളം അല്ലാതെ മറ്റു ഭാഷകൾ അറിയില്ലാത്തതിനാൽ കേരളത്തിന് പുറത്ത് സാധാരണ മുഖ്യമന്ത്രി പ്രചരണത്തിന് പോകാറില്ല എന്ന് ഒഴുക്കൻ മറുപടിയാണ് ഇക്കാര്യത്തിൽ ചില പാർട്ടി നേതാക്കൾ നൽകുന്നത്. ഗവർണറെ പോലും അറിയിക്കാതെയും മറ്റാർക്കും ചുമതല നൽകാതെയുമാണ് മുഖ്യമന്ത്രി ഭാര്യയ്ക്കും കൊച്ചുമകനുമൊപ്പം ദുബായിലേക്ക് പറന്നിരിക്കുന്നത്. UAE-യിലേക്കുള്ള മകനെയും കൂട്ടി ഇന്തോനേഷ്യയിലേക്കും സിംഗപ്പൂരിലേക്കുമാണ് വിനോദയാത്ര നടത്തുക. മന്ത്രി മുഹമ്മദ് റിയാസും മകൾ വീണയും നേരത്തെ UAE-യിൽ എത്തിയിരുന്നു.